നല്ല അടിപൊളി പടം, പ്രത്യേകിച്ച് പറയാൻ എല്ലാ ഫാമിലി ഓറിയൻറ്റഡ്, നല്ല സബ്ജക്റ്റ്, നല്ല അഭിനയം, എല്ലാം കൊണ്ടും കൊള്ളാം. സൂപ്പർ പടം. നല്ല സിനിമ, വെരി ഗുഡ്. ഇല്ലാത്ത വന്ന മൂവിയാണ്. പക്ഷേ നല്ല സൂപ്പറായിട്ട് മേക്കിംഗ് ആയാലും എന്തായാലും ഫ്രെയിംസൊക്കെ സൂപ്പറായിട്ടുണ്ട്. വളരെ നാച്ചുറലായിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു മൂവിയാണ്. സൂപ്പർ, എല്ലാം കൊണ്ട് സൂപ്പറാണ്. ഒരു കണ്ണൂർ ബേസുള്ള ഒരു മൂവിയാണ്. പക്ഷേ എല്ലാ തരം പ്രേക്ഷകർക്കും ആസ്വദിക്കാൻ പറ്റും. ഫാമിലി എൻ്റർടൈൻമെൻ്റ് ആണ്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവമാണ്. എല്ലാവരുടെയും ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവങ്ങളാണ്. അത് ബേസായിട്ടാണ്. സൂപ്പറായിട്ടുള്ള മൂവി. അർജുൻ അശോകനായാലും അതിൻ്റെ നായികയായാലും ലിജു എന്ന ഡയറക്ടറായാലും സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ഫ്രെയിംസൊക്കെ അടിപൊളി ഫ്രെയിംസാണ്. നല്ല നാച്ചുറലി മൂവിയാണ്. കണ്ണു നിറഞ്ഞോ? എന്താണ്? ചില സീനുകൾ കണ്ടപ്പോൾ അതെ കണ്ണ് നിറഞ്ഞു പോകും. കാര്യം സത്യം പറഞ്ഞാൽ എന്താ പറയുക, ഒരു പ്രതീക്ഷയില്ലാതെ വന്ന മൂവിയാണ്. ബട്ട് എല്ലാവരും ആരും കുറ്റം പറയാൻ സാധ്യതയില്ല. ഇതൊക്കെ മൗത്ത് പബ്ലിസിറ്റിയിലൂടെ നമ്മൾ മുന്നോട്ട് കൊണ്ടുവരേണ്ട മൂവീസാണ്. ഓക്കെ, താങ്ക് യു. അൺബോർഡ് കൺമണി തീർച്ചയായിട്ടും മലയാളികളുടെ സ്വന്തം കൺമണിയായി മാറുന്ന കാഴ്ചയാണ് കണ്ടത്. നല്ലൊരു വിഷയം. ലിജു തോമസ് എന്ന സംവിധായകൻ വളരെ നല്ലൊരു രചന. തീർച്ചയായിട്ടും ഓരോ ഫ്രെയിമുകളും അതിമനോഹരം. അഭിനയിച്ചിരിക്കുന്ന നടന്മാരായാലും നമ്മുടെ അർജുൻ അശോകനായാലും അതേപോലെ അനഘ നാരായണനായാലും മാലാവ പാർവതി ചേച്ചി ആയാലും നവാസ് പള്ളിക്കുന്ന്, മൃദുൽ നായർ, അങ്ങനെ ഒരു നീണ്ട നിര തന്നെ അഭിനയിച്ചിരിക്കുന്ന ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് പുതുമുഖങ്ങൾക്ക് അവസരങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവരെല്ലാവരും വളരെ മനോഹരമായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. ഇത് തീർച്ചയായിട്ടും കുടുംബമൊത്ത് കാണാൻ പറ്റിയ 100% സൂപ്പർ ഉറപ്പു തരുന്ന ഒരു നല്ലൊരു ചിത്രം തന്നെയാണ് അൺബോർഡ്. സിനിമ അൺബോർഡ് കമ്പനി എന്താണ് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയ ഒരു നല്ലൊരു സിനിമയാണ്. കാരണം ശരിക്കും ഒരു ഫാമിലി എൻ്റർടൈനർ എന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ ഇത്ര നാച്ചുറലായിട്ടുള്ള ഒരു സിനിമയാണ് കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ചത്. വളരെ നാച്ചുറലായിട്ടുള്ള ഒരു സിനിമ. നമ്മുടെ നാട്ടിൻപുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നതുമായ ഒരു സബ്ജക്റ്റിന് വളരെ റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. എല്ലായിടത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സബ്ജക്റ്റാണ്. അത് രസകരമായിട്ട് സിനിമയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരു കല്യാണം കഴിഞ്ഞ് ജസ്റ്റ് മാരീഡ് ആയിട്ടുള്ള ഒരു കപ്പിളിന് ഫേസ് ചെയ്യേണ്ടി വരുന്ന സൊസൈറ്റിയിൽ നിന്നും അങ്ങനെ നമ്മുടെ ഫാമിലി ഫ്രണ്ട്സ് അതിൽ നിന്ന് കേൾക്കേണ്ടി വരുന്ന നമുക്കറിയാവുന്ന ജനറലായിട്ടുള്ള ചോദ്യങ്ങളും അതിലൊരു ഫാമിലി എങ്ങനെ പ്രതികരിക്കും, വളരെ രസകരമായിട്ട് സിനിമ പറഞ്ഞത്. അപ്പോൾ കല്യാണം കഴിഞ്ഞവർക്ക് എന്താ പറയുക, ഇതൊരു അവരെ ഒരു ഫീലിങ്ങിലേക്കുള്ള ഒരു മടങ്ങിപ്പോക്കും. കല്യാണം കഴിയാത്തവർക്ക് ഒരു ക്ലാസ്സുമാണ്. കാരണം കല്യാണം കഴിക്കാൻ വേണ്ടി നടന്നവർക്ക് കൂടി ഈ സിനിമ ഒന്ന് കാണേണ്ടതാണ്. കാരണം എങ്ങനെയാണ് നമ്മൾ സൊസൈറ്റി നമ്മളോട് ട്രീറ്റ് ചെയ്യുന്നത്, അതിനോട് നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യണം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഒരു ക്ലാസ് എടുക്കുന്ന മോഡലിലല്ല, പക്ഷെ വളരെ റിലേറ്റബിൾ ആയിട്ട് സിനിമ പറഞ്ഞു പോകുന്നുണ്ട്. ഇത് വളരെ രസകരമായ ഒരു എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ഫാമിലി എൻ്റർടൈനറാണ് സിനിമ. ഞാൻ കരഞ്ഞു പോയെന്നുള്ളതാണ്. കുറേ നാളുകൾക്ക് ശേഷം ഇങ്ങനെ ഒരു നല്ലൊരു എല്ലാവരും പോയി കാണേണ്ട പടമാണ്. തിയേറ്റർ ആക്ഷൻ മൂവി തന്നെയാണ്. പിന്നെന്താ പറയുക, കല്യാണം കഴിഞ്ഞവർക്കൊക്കെ കാണാൻ പറ്റുന്ന ഒരു എന്താ പറയുക നല്ലൊരു മൂവി. കണ്ടിരിക്കാൻ പറ്റും, മനസ്സ് നിറയും. നല്ല രസമുണ്ട്. എല്ലാവരും പോയി കാണണമെന്ന് മാത്രമേ പറയാനോ. അടിപൊളി.